ജീവിതത്തിന്റെ ഇരുണ്ട വഴികളിലൂടെയാണ് അഞ്ചൽ പനയഞ്ചേരി സ്വദേശിനി ഓമനയുടെ യാത്ര. രോഗിയായ ഭർത്താവും നിർമ്മാണം പൂർത്തിയാകാതെ പാതി വഴിയിലായ വീടും ഇവരെ വിഷമവൃത്തത്തിലാക്കുകയാണ്. വാടക വീട്ടിൽ കഴിയുന്ന ഇവരുടെ ഏക വരുമാനം സ്വകാര്യ സ്ഥാപനത്തിൽ മകൾ ജോലി ചെയ്ത് ലഭിക്കുന്ന ശമ്പളം മാത്രമാണ്. വീടിന്റെ വാടകയും മരുന്നുകളും ചെലവുമെല്ലാം ഒരാളുടെ ചെറിയ വരുമാനത്തിൽ നടത്തേണ്ടി വരുന്നതിന്റെ വിഷമവും ഏറെയാണ്. രോഗം വന്ന് ഞങ്ങൾ മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ്. എനിക്ക് 2 പെൺപിള്ളേരാണുള്ളത്. 2 പേരെ അയച്ചു. ഒരെണ്ണത്തിൻ്റെ ജീവിതം ആകപ്പാടെ കഷ്ടത്തിലാണ്. 2 കുട്ടികളും ഉണ്ട്. എൻ്റെ ഭർത്താവിനാണെങ്കിൽ സുഖമില്ല. വാൾവ് മാറ്റി വെച്ചേ പറ്റത്തുള്ളൂ. അപ്പോഴദ്ദേഹത്തിനെയും കൊണ്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ കയറി ഇറങ്ങുവാണ്. അപ്പോഴെനിക്ക് ഈ വീട് നിങ്ങളെല്ലാവരും കൂടി അത് ഒരു തന്മനസ്സുത്ത കാണിച്ച് ഞങ്ങൾക്കതിൽ കയറി കിടക്കാനുള്ളൊരിത് നിങ്ങളുടെ മനസ്സലിഞ്ഞ് നിങ്ങളത് ചെയ്താൽ എനിക്കത് പുണ്യമായിട്ട് ഞാൻ കരുതും. അഞ്ചൽ പനയഞ്ചേരി സ്വദേശിനി ഓമനയുടെ ഭർത്താവ് കൃഷ്ണൻകുട്ടിക്ക് കൂലിപ്പണിയായിരുന്നു. വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അടിയന്തിരമായി നടത്തേണ്ട സാഹചര്യത്തിലാണ് ഇദ്ദേഹം. ഇവരുടെ പേരിൽ ആകെ ഉണ്ടായിരുന്ന 5 സെന്റ് വസ്തുവും വീടും 10 വർഷങ്ങൾക്ക് മുമ്പ് 2 പെൺമക്കളുടെ വിവാഹത്തിനായി വിറ്റു. പിന്നീട് ഇവർ വാടകയ്ക്കാണ് കഴിയുന്നത്. മൂത്ത മകളുടെ വിവാഹ ജീവിതം പരാജയപ്പെട്ടതോടെ മകളും 2 കൊച്ചുമക്കളും ഇവർക്കൊപ്പമാണ് കഴിയുന്നത്. മൂത്ത മകൾ അഞ്ചലിലെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്ന വരുമാനം മാത്രമാണ് ഇവർക്കുള്ളത്. ഇന്ന് ഞങ്ങൾ 10 വർഷം കൊണ്ട് വാടകയ്ക്കാണ് ഞങ്ങൾ താമസിക്കുന്നത്. വാടക കൊടുത്തൊരു കുഞ്ഞിൻ്റെ വരുമാനം കൊണ്ടാണ് കഴിഞ്ഞു പോകുന്നത്. അത് ഭർത്താവിന് മരുന്നിനും തൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും എല്ലാം എൻ്റെ ഒരു കുഞ്ഞാണ് എനിക്കുള്ളത്. വേറെ ആരുടെയും വേറെ ഒരു സഹായം നമുക്കില്ല. മറ്റ് നാട്ടുകാരെ കൊണ്ടുള്ള സഹായം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അവർ നമ്മളെ സഹായിക്കുന്നുമുണ്ട്. കുഞ്ഞുങ്ങൾ നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ മനസ്സിൻ്റെ ഇതനുസരിച്ച് നിങ്ങൾക്ക് ആ അലിവ് തോന്നി ആ വീടൊന്നും ആ പണി തീർത്ത് തന്നാൽ ഞങ്ങൾ സന്തോഷമായിട്ട് ആ വീടിനകത്ത് കയറി എൻ്റെ പാവപ്പെട്ട മനുഷ്യനെയും കൊണ്ട് അതിനകത്ത് കയറി ജീവിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. മൂത്ത മകൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഏരൂർ നടുക്കുന്നുപുറത്ത് 3 സെന്റ് സ്ഥലവും വീട് വെക്കാൻ സഹായവും നൽകിയിരുന്നു. എന്നാൽ വീടിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിന്നതോടെ സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം ഇവർക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല. വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക എന്നതും ഓമനയുടെ ഭർത്താവിൻ്റെ ചികിത്സയും ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. മൂത്ത മകളുടെ വരുമാനം കൊണ്ട് കുടുംബത്തിന് കഴിഞ്ഞുകൂടുക ഏറെ പ്രയാസകരവുമാണ്. എനിക്ക് വാടക കൊടുക്കാൻ നിവർത്തിയില്ല. 10,000-4,000 രൂപ മാസം തോറും വാടക കൊടുക്കുക. ഒരു കൊച്ചിറങ്ങിപ്പോയി കൊണ്ടുവരുന്നതാണ്. അത് കൊണ്ടുവന്ന് വീട്ടിലെ കാര്യം നോക്കണം. തന്തയുടെ മരുന്ന് ഇതെല്ലാം കൂടെ ആകുമ്പം അതിൻ്റെ ജീവിതം അത്ര ഇതിലല്ല. അതുകൊണ്ട് ഈ വീട് എല്ലാവരും കൂടി നിങ്ങളെല്ലാവരും കൂടെ മനസ്സ് വെച്ച് ഈ ഒരു സഹായം എന്നെ ഒന്ന് സഹായിച്ചാൽ ഞങ്ങൾക്ക് അതിനകത്ത് കയറി ചുരുണ്ട് കിടക്കാനുള്ളൊരു ഇത് നിങ്ങൾ കാണിച്ചാൽ ഞങ്ങൾക്ക് അത്രയും നല്ല. ഇതുകൊണ്ട് തന്നെ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കുടുംബം. മുടങ്ങിക്കിടക്കുന്ന വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുക എന്നതാണ് ഇവരുടെ പ്രധാന സ്വപ്നങ്ങളിലൊന്ന്. ഒപ്പം കൃഷ്ണൻകുട്ടിയുടെ ചികിത്സയ്ക്കുള്ള ചെലവും കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനാൽ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.